പ്രൈസ് ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വാത്സല്യ സഹോദരങ്ങളെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം തന്ന മഹാഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്വദേശത്തും വിദേശത്തുമായിരുന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പാടി പുകഴ്ത്തിടം ദേവദേവനെ പുതിയതം കൃപകളോടെ. പാടി പുകഴ്ത്തിടം ദേവദേവനെ പുതിയതം കൃപകളോടെ. ഇന്നലെയും ഇന്നു എന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. ഹല്ലേലൂയ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാതയെന്നോടും ഞാൻ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാതയെന്നോടും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഹല്ലേലൂയ. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവ് എന്തിനാണ് കൃപ തരുന്നത്? കർത്താവ് സഭയെ പണിയുവാനാണ് നമുക്ക് കൃപ തരുന്നത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ ദൈവത്തിൻ്റെ ബഹുവിധ കൃപകളുടെ നല്ല ഗൃഹവിചാരന്മാരായിരിക്കാൻ പത്രോസിൻ്റെ ലേഖനം 2 പത്രോസ് 4:10 പറയുന്നു. 4:10. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവ കൃപകളും കൃപാവരങ്ങളും തരുമ്പോൾ അത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും, ഇപ്പോൾ ആത്മീയ ശുശ്രൂഷയിൽ ഒരാൾ തകർന്നിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് തന്ന ആ പ്രവചനം അത് നമ്മളെ ഉള്ളിൽ നിന്ന് ആ വ്യക്തിയെ ആശ്വസിപ്പിക്കും. നിന്നെ ഞാൻ ശക്തമായിട്ട് ഇന്നടത്ത് ഉപയോഗിക്കും, ഇന്ന ദേശത്ത് ഉപയോഗിക്കും, ഇന്ന സമയത്ത് ഉപയോഗിക്കും, നീ ധൈര്യത്തോടെ ഇരിക്കുക, ഉറപ്പോടെ ഇരിക്കുക, ബലത്തോടെ ഇരിക്കുക എന്ന് പ്രവചിക്കും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് തന്നെ പറഞ്ഞ്, നിങ്ങൾ കൃപകൾ പ്രാപിപ്പാൻ നിങ്ങൾ വാഞ്ചിക്കണം, നിങ്ങൾ ആഗ്രഹിക്കണം, നിങ്ങൾ കൃപകൾ പ്രാപിക്കണം, കൃപാവരങ്ങൾ പ്രാപിക്കണം. രോഗസൗഖ്യ കൃപ, പ്രവചന കൃപ, വിശ്വാസത്തിൻ്റെ വരം, ഇതൊക്കെ പ്രാപിക്കണം. ദാനം കൊടുക്കുന്നതൊരു കൃപയാ. ഹല്ലേലൂയ, സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് പവർ മീറ്റിംഗ് തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഞായറാഴ്ച തീയതി 17 ഇന്നു മുതൽ വരുന്ന ഞായറാഴ്ച വരെ പവർ കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ പവർ കോൺഫറൻസിന് പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ തണുത്ത് മരവിച്ച ആത്മീയ ജീവിതത്തിൽ ആത്മീയ മുടന്തോടെ ഇരിക്കുമ്പോൾ, നമ്മൾ ഈ ഒരാഴ്ച പവർ മീറ്റിംഗ് ചെന്നിരിക്കുമ്പോൾ നമ്മളെ ആത്മീയ മുടന്ത് മാറും. നമ്മളൊന്ന് കത്ത് ജ്വലിക്കും. കരിക്കട്ട പോലെ ഇരിക്കുന്ന നമ്മൾ കനൽക്കട്ട പോലെ കത്തി ജ്വലിക്കും. പിന്നെയും കർത്താവിന് വേണ്ടി ഓടാനുള്ള ഒരു തീഷ്ണത നമുക്കുണ്ടാകും. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ 7 ദിവസം പ്രാർത്ഥിച്ചു, പാടി, ആരാധിച്ചു, കൃപകൾ പ്രാപിച്ച് നമുക്കൊരു ഹല്ലേലൂയ, സ്തോത്രം, ഒരു സ്ഫോടനം പോലെ ആത്മാവിൻ്റെ ശക്തിയോടെ നമ്മുടെ ഇന്ത്യയുടെ ഉണർവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ സ്റ്റേറ്റുകൾക്കായി പ്രാർത്ഥിക്കാം, നമ്മുടെ ജില്ലകൾക്കായി പ്രാർത്ഥിക്കാം.
അതിനായി എല്ലാവരും ഒരുക്കത്തോടെ ഇന്നത്തെ പവർ മീറ്റിങ്ങിന് വൈകുന്നേരം 5 മണിക്ക് വട്ടപ്പാറ YMC നടക്കുന്ന മീറ്റിങ്ങിന് കടന്നു വരിക. ഒരാഴ്ചത്തേക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ കൊണ്ടുവരിക. ഇന്നത്തെ മീറ്റിങ്ങിന് വരുന്ന എല്ലാവരും സ്വർഗത്തിലെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ്. കാരണം അന്ത്യകാലഘട്ടത്തിൽ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കാമെന്ന തൻ്റെ അഭിഷിക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ മീറ്റിംഗ് നടത്തുന്ന സുനിൽ പാസനായ കുടുംബത്തിനെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദേവദാസൻ്റെ ശുശ്രൂഷകളെയും കുടുംബജീവിതത്തെയും തലമുറകളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, ഇനി കേൾക്കുവാനിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ തിരുപാദപീഠത്തിലേക്ക് അടിയനെടുത്ത് വരുന്നു. ഇന്നലെ രാത്രികാലം ഭക്ഷിച്ച് ബലപ്പെട്ട് പ്രാർത്ഥിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ കിടന്നുറങ്ങി ഉണർന്ന് ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഭാഗ്യം തന്നു. സ്വദേശത്തും വിദേശത്തും ഇരുന്ന് അടിയനെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. മനസ്സ് തകർന്നു നുറുങ്ങി. ഇന്ന് ഭയങ്കര മഴയാണ്. ഇന്ന് ആലയത്തിൽ പോകണമോ വേണ്ടയോ? ശാരീരികമായി ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, പോകണ്ട, എൻ്റെ അവസ്ഥ ദൈവം അറിയുന്നു, വീട്ടിൽ ഇരുന്ന് ആരാധിക്കുക, ഇങ്ങനെയുള്ള ചിന്തകളോടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആലയത്തിൽ പോകണം. കർത്താവ് പറഞ്ഞ് സ്തോത്ര. രക്ഷിക്കപ്പെടുന്നവരെ ദൈവം ദിനം പ്രതി സഭയോട് ചേർത്ത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അതിനകത്ത് നീ കടന്നു പോവുക. ഹാലലി അപ്പം നുറുക്കുക, അതിൽ പങ്കെടുക്കുക. ദൈവത്തിൻ്റെ ശരീരമാണ് നമ്മൾ. ഹാലലിയ സ്തോത്ര. ദൈവം നമ്മെ പണിയുവാൻ, ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ, ദൈവം നമ്മെ ശക്തീകരിക്കേണ്ടതിനായി നമ്മൾ ആലയത്തിൽ കൂടി വരിക. കർത്താവിൻ്റെ കൽപ്പന അതനുസരിപ്പാനുള്ള കൃപ തൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വാൽക്കല രോഗികളായി ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രോഗമുള്ള സ്ഥാനത്ത് കരം വയ്ക്കുമ്പോൾ സ്വർഗ്ഗം അവർക്ക് സൗഖ്യം കൊടുക്കണം. യെശയ്യാ പ്രവാചകന്റെ 53:5 തിരുവചനം പറഞ്ഞു, എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹാലലിയ സ്തോത്ര. ഇന്ന് പാൽക്കാലം ഹൃദയം തകർന്നു നുറങ്ങി ഭാരത്തോടെ വേദനയോടെ ഒറ്റപ്പെട്ട് എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ കരം പിടിച്ച് ആലയത്തിൽ കൊണ്ടുപോകാൻ ആരുമില്ല, എൻ്റെ കരത്തിലൊരു സാമ്പത്തിക നന്മയില്ല, ഇങ്ങനെ വിലപിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ യേശുപ്പച്ച. ഹാലലിയ സ്തോത്ര. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10 തിരുവചനം പറയുന്നു, ഞാൻ നിൻ്റെ ദൈവമായ യഹോവയാവുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. കരം പിടിക്കുവാൻ ഒരു പരിശുദ്ധാത്മാവുണ്ട്, ശക്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് വാൽക്കല ഉറപ്പോടെ ധൈര്യത്തോടെ ആലയത്തിൽ കടന്നുപോയി ആരാധിപ്പാൻ ദൈവം ഓരോ മക്കളെ സഹായിക്കണമേ. ഒരു വ്യക്തിയുടെ ഹൃദയം പോലെ പിശാച് പിടിച്ചു വയ്ക്കുവാൻ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി. ഓരോ ദിവസവും നമ്മുടെ ജീവന ഭക്തിക്ക് ആവശ്യമായതെല്ലാം തന്ന് പോറ്റി പുലർത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയല്ലാതെ ഒന്നും പറയുവാനില്ല. കർത്താവെ, ഓരോ മക്കളെയും കൺമണി പോലെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനം ഓട്ടിക്കുന്നവർ, വാഹനത്തിൽ സഞ്ചരിക്കുന്നവരെല്ലാവരെയും ഏൽപ്പിക്കുന്നു. മുൻപും പിൻപും വലത്തും ഇടത്തും വരുന്ന വാഹനത്തെ, മൃഗങ്ങളെ, കലികളെയും വൃക്ഷത്തെ, മനുഷ്യനെ, പ്രകൃതിയെ, സകലത്തെ അങ്ങ് നിയന്ത്രിക്കണം. ഓരോ മക്കൾക്ക് സ്വർഗീയ സമാധാനവും സന്തോഷവും കൊടുക്കണമേ. മരണഭീതികൾ നീങ്ങിപ്പോകട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവേ, ഹാലൽ അവിടുത്തെ ശക്തി പ്രാപിപ്പാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ. ആത്മാവിൻ്റെ ശക്തിയോടെ ബലത്തോടെ ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓരോ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി. ഇന്ന് വാൽക്കാല സ്വർഗീയ സമാധാനം തൻ്റെ മക്കൾക്ക് കൊടുക്കണം. എല്ലാ കടഭാരങ്ങളും മാറട്ടെ, എല്ലാ ഭാരങ്ങളും നീങ്ങിപ്പോകട്ടെ, എല്ലാ വേദനകളും മാറിപ്പോകട്ടെ. കുടുംബജീവിതങ്ങളെ ദൈവം പണിയണമേ. സ്വർഗീയ സമാധാനത്തെ നിറയ്ക്കണമേ. തലമുറകളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഇത്രത്തോളം ദൈവം നടത്തിയതിനായിട്ട് നന്ദി. തലമുറയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഓരോ മക്കളെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ മീറ്റിംഗും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ നൈസ് ഡേ.